പാർട്ടി വിമർശിച്ചിട്ടുണ്ട്. സ്വന്തം പതാക പോലും ഉപയോഗിക്കാൻ കഴിയാത്ത ഗതികേടിലേക്ക് കോൺഗ്രസ് മാറി. രാഹുൽ ഗാന്ധി എവിടെ കോൺഗ്രസിന്റെ പതാക എന്നാണ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അദ്ദേഹം ആദ്യം കേരളത്തിലെ ഇന്നലെ രാഹുൽ ഗാന്ധിയെ കണ്ട സിദ്ധാർത്ഥൻ മുക്കോട് സിദ്ധാർത്ഥൻ്റെ പിതാവ് രാഹുൽ ഗാന്ധിയെ കണ്ട് നിവേദനം കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരിയായിട്ട് വെള്ളം വീണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോലെയുള്ള നിരവധി ആളുടെ പ്രശ്നത്തിന് മറുപടി ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞു. സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുന്നത് എന്തുകൊണ്ട് CBI അന്വേഷണം വൈകിപ്പിച്ചു, എന്തുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ സിദ്ധാർത്ഥൻ്റെ കൊലപാതകികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൽ ഒറ്റ അജണ്ട, രാഹുൽ ഗാന്ധി സ്വാഗതം, മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി വിമർശിക്കട്ടെ, ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. മനസ്സിലായല്ലോ, ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടികൾ, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. മുഖ്യമന്ത്രി അഡ്വൈസ് ഞങ്ങൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞു BJPയും CPM തമ്മിൽ രഹസ്യ ധാരണ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അതിനെന്താ സംശയം? അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രി പറയുന്നത്. അദ്ദേഹം ആദ്യം ഒന്ന് മര്യാദക്ക് മാധ്യമപ്രവർത്തകരോട് എല്ലാവരോടും സംസാരിക്കും. അദ്ദേഹം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, അദ്ദേഹം നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയണം. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി അദ്ദേഹം പറയട്ടെ. കേരളത്തിൽ ഒരു നല്ല പ്രസ് കോൺഫറൻസ്, എല്ലാ മാധ്യമപ്രവർത്തകർക്കും ചോദ്യം പറയാനും എല്ലാ ചോദ്യം ചോദിക്കാനും ഒരവസരം കൊടുത്ത് മറുപടി പറയണം. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന് കൃത്യമായിട്ട് റിപ്പോർട്ടുണ്ട്, എത്ര സീറ്റ് CPM ഉണ്ട്, എത്ര സീറ്റ് ഇല്ല എന്നൊക്കെ. അവിടെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നാഗ്രാപ്പില്ല. അദ്ദേഹം ആ കാര്യം പറഞ്ഞുകൊണ്ട് പോട്ടെ. ഇന്നും അദ്ദേഹം എക്സലോജിനെ കുറിച്ചോ മകൾക്കെതിരെയുള്ള ED അന്വേഷണത്തെ ഇന്നും ചോദ്യങ്ങളോട് മറുപടി കൊടുത്തു. അതാ പറഞ്ഞത്, ഉയർന്നു വരുന്ന കാര്യങ്ങൾ എന്തായിക്കോട്ടെ അദ്ദേഹത്തിന് നിലപാട് പറയണമല്ലോ. സത്യമാണോ അസത്യമാണോ എന്താണ് ഇതറിയാൻ ജനങ്ങൾക്ക് അവകാശമില്ലേ? അദ്ദേഹം മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടതല്ലേ? അദ്ദേഹം പ്രതിപക്ഷത്തെ നേതാവായിരിക്കുമ്പോഴൊക്കെ ഇദ്ദേഹം ആവശ്യപ്പെട്ടതല്ലേ? അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ സ്വഭാവം എല്ലാം മാറിയോ? ഓക്കെ. SDP പരസ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്.